buses arrives at a specified stop at a 15 minutes interval starting at 8 a.m. If a passenger arrives at the stop at a random time that is uniformly distributed between 8 and 8:30 hours, find the probability that the passenger wait first one less than 6 minutes for the bus, second one at least 12 minutes for the bus. ഒരു ബസ് സ്റ്റോപ്പില് 15 മിനിറ്റ്സ് ഇന്റർവെല്ലാണ് എന്ത് ബസ്സസ് വരുന്നത്. ഓക്കെ, അതിന്റെ സ്റ്റാർട്ടിംഗ് ടൈം ആണ് 8 AM എന്ന് പറയുന്നത്. അപ്പൊ ഒരു പാസഞ്ചർ 8 മണിക്കും 8:30ക്കും ഇടയ്ക്ക് ഒരു റാൻഡം ടൈമില് ബസ് സ്റ്റോപ്പിൽ എത്താന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ആ പാസഞ്ചർക്ക് 6 മിനിറ്റിനെക്കാട്ടിയും കുറവ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആ പ്രോബബിലിറ്റി. അതുപോലെ തന്നെ എന്താണ് മിനിമം 12 മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഇതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? കാരണം നമ്മൾ കുറെ ഡിസ്ട്രിബ്യൂഷൻസ് പഠിച്ചിട്ടില്ലേ. ഇതില് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് അല്ലേ? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പൊ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ചെയ്യേണ്ടത്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റിയുടെ ഫംഗ്ഷൻ ഏതാണ് അറിയണ്ടേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ എന്താ? f of x equal to 1 by b minus a if a less than or equal to x less than or equal to b ആണ്. 0 else 4 അല്ലെ? ഇതിൽ എനിക്ക് f of x എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ x എന്ന് പറയുന്നത് എന്തായിരിക്കും? x എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ എന്തായിരിക്കും? വെയിറ്റിംഗ് ടൈം അല്ലേ ആവുക അല്ലെ? ഇവിടെ വെയിറ്റിംഗ് ടൈം വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ x എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റാൻഡം വേരിയബിൾ റെപ്രസെന്റിങ് ദ വെയിറ്റിംഗ് ടൈം ആണ്. അപ്പൊ f of x ഈക്വൽ ടു വെയിറ്റിംഗ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് 50 മിനിറ്റ്സ് ഇന്റർവെല്ലാണ് എന്ത് ബസ്സസ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ പാസഞ്ചർ മാക്സിമം എത്ര മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യും? ഇപ്പൊ ആള് 8 മണിയുടെ ബസ് പോയതിനു ശേഷമാണ് വന്നതെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ ബസ് വരുള്ളൂ. അപ്പൊ മാക്സിമം അയാൾക്ക് എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും? 15 മിനിറ്റ്സ്. കറക്റ്റ് 8 മണിക്ക് അയാൾ വന്ന അപ്പൊ തന്നെയാണ് ബസ് വരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല? വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ ഏറ്റവും മിനിമം വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 0യും മാക്സിമം വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? 15 അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? f of x equal to 1 by 15 minus 0 എന്നാണ് വരിക അല്ലേ? കാരണം എന്താ? 0 less than or equal to x less than or equal to 15 ആണ്. 0 else 4. എനിക്ക് എന്തെന്ന് എഴുതാം? f of x equal to 1 by 15, 0 less than or equal to x less than or equal to 15ഉം 0 otherwise. ബാക്കി എല്ലാ കേസസിലും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് അറിയേണ്ട ഇക്വേഷൻ, ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ or equal to x എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് f of x dx ആണ്. ഓക്കെ, അതിപ്പോ ലെസ് ദാൻ ആണെങ്കിൽ എന്തെന്നെയാ ചെയ്യാം? മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് f of x dx തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എ പാസഞ്ചർ വെയിറ്റ് ലെസ് ദാൻ 6 മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 6 അല്ലേ? അതെന്താണ്? നമ്മുടെ മിനിമം വെയിറ്റിംഗ് ടൈം എത്രയാണ്? 0 ആണ്. അപ്പൊ 0 തൊട്ടിട്ട് 6 വരെ f of x dx that is equal to integral 0 to 6 1 by 15 dx. 1 by 15 കോൺസ്റ്റന്റ് അല്ലേ? അത് പുറമെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ? dx നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും? x കിട്ടും. ദാറ്റ് ഈസ് 0 to 6. എന്തെന്ന് വരും? വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 6 മൈനസ് 0 by 15 വരും. ദാറ്റ് ഈസ് 6 by 50. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അറ്റ്ലീസ്റ്റ് 12 മിനിറ്റ്സ് ഫോർ ദ ബസ്. അതായത് പാസഞ്ചർ എന്ത് ചെയ്യണം? മിനിമം 12 മിനിറ്റ്സ് മിനിമം. അപ്പൊ മാക്സിമം എത്ര വരെ ആവാം? 15 വരെ ആവാം. അതായത് എന്തെന്നാണ് ശരിക്കും? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. മിനിമം 12 മിനിറ്റ് ആവാം, 12 മിനിറ്റ് ആവാം, അതിൽ കൂടുതലായി കൂടെ. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? മിനിമം 12 മിനിറ്റ് ആവാം, അപ്പൊ അതിൽ കൂടുതലും ആവാം. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. നമുക്ക് 12 തൊട്ടിട്ട്
മാക്സിമം വാല്യൂ എത്ര നമ്മുടെ 15 ആണ്. എഫ് ഓഫ് എക്സ് ഡി എക്സ് that is equal to integral 12 to 15 1 by 15 dx. That is equal to 1 by 15. നമ്മുടെ കോൺസ്റ്റന്റ് പുറമെ നിർത്തി dx-നെ ഇന്റഗ്രേറ്റ് ചെയ്ത x 12 to 15. That is equal to 1 by 15 into ആദ്യ x-നെ എന്ത് ചെയ്തു 15 നോർത്തു മൈനസ് ലോവർ ലിമിറ്റ് 12 നോർത്തു. That is equal to 3 by 15. ഓക്കെ അല്ലേ? ഭയങ്കര സിമ്പിൾ ആയ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിൽ പെട്ടതാണിത്. The joint PDF of xy is given by f of xy is equal to kxy 0 less than x less than 4 1 less than y less than 5 0 elsewhere. Find the value of k. Determine the marginal PDF of x and y. Evaluate probability of x greater than 3 y less than or equal to 2. Check whether x, y are independent. Okay. നമുക്ക് ഇതില് എന്ത് തന്നിട്ടുണ്ട്? എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് തന്നിട്ടുണ്ട്? കെ എക്സ് വൈ ആണെന്ന് തന്നിട്ടുണ്ട്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4ഉം 1 ലെസ് ദാൻ വൈ ലെസ് ദാൻ 5ഉം ആണ് തന്നിട്ടുണ്ട്. 0 ആണ് എന്ത്? എൽസ്4. ഓക്കെ. എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയുന്ന ഇക്വേഷൻ ആണ് സം ഓഫ് പ്രോബബിലിറ്റി ഈക്വൽ ടു 1 അല്ലേ? അതായത് ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. ഓക്കെ. അപ്പൊ എക്സ് ഡി എക്സ് ആണല്ലോ പുറമെ കിടക്കുന്നത്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എവിടെ തൊട്ട് ഏത് വരെയാണ്? 0 തൊട്ട് 4 വരെയാണ്. വൈയുടെ ലിമിറ്റോ 1 തൊട്ടിട്ട് 5 വരെയാണ്. ഇനി എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കെ എക്സ് വൈ ഡി വൈ ഡി എക്സ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. ഓക്കെ. നമുക്ക് കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. എനിക്ക് എന്തെന്ന് എഴുതാൻ ബാക്കി? ഇന്റഗ്രൽ 0 to 4 എക്സ് ഡി എക്സും സെപ്പറേറ്റ് ചെയ്തൂടെ മൾട്ടിപ്ലിക്കേഷൻ ആയ കാരണം 1 to 5 വൈ ഡി വൈ equal to 1 ആണ്. That is k into x dx-നെ ഇന്റഗ്രേറ്റ് ചെയ്ത എക്സ് സ്ക്വയർ ബൈ 2. അതിന്റെ വാല്യൂ 0 to 4. അതുപോലെ y-നെ ഇന്റഗ്രേറ്റ് ചെയ്ത y സ്ക്വയർ ബൈ 2. അതിന്റെ വാല്യൂ 1 to 5 which is equal to 1. k into x-ന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാല് 4 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ ബൈ 2 അല്ലെ? ഇവിടെ y-ക്ക് വാല്യൂ കൊടുത്ത് എന്താവും? 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ബൈ 2. ജസ്റ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്താവും? കെ ഇൻറ്റു 4 സ്ക്വയർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം 16 ബൈ 2 ഇൻറ്റു ഇവിടെ 5 സ്ക്വയർ 25 മൈനസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ബൈ 2 ഈക്വൽ ടു എന്താണ്? 1 കിട്ടി. 2 16 കട്ട് ചെയ്യുമ്പോൾ 8 2 കട്ട് ചെയ്യുമ്പോൾ 12. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി? കെ ഇൻറ്റു ഈ വാല്യൂ എത്രയാണ്? 8 into 12 എന്ന് വെച്ച് കഴിഞ്ഞാല് 96. അപ്പൊ 96 കെ ഈക്വൽ ടു 1 ആണ്. അപ്പൊ കെയുടെ വാല്യൂ എന്താ? കെ ഇസ് ഈക്വൽ ടു 1 ബൈ 96 എന്ന് കിട്ടി. ഓക്കെ. നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് വൈ എടുത്ത് എഴുതി കൂടെ? അപ്പൊ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു കെ എക്സ് വൈക്ക് പകരം ഇനി എന്താണ്? 1 ബൈ 96 എക്സ് വൈ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4ഉം 1 less than y less than 5 and 5. ഓക്കെ. ഒന്നിങ്ങനെ എടുത്ത് എഴുതിയത് മാത്രമല്ലോ. ബാക്കി 0 elsewhere. ഓക്കെ. ഇനി നമ്മുടെ കെ കണ്ടുപിടിക്കൽ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ള? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കണ്ടുപിടിക്കാണ്ട് മാർജിനൽ PDF കണ്ടുപിടിക്കാനുണ്ട് അല്ലേ? നമുക്കിനി മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. മാർജിനൽ PDF ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം മാർജിനൽ ഡെൻസിറ്റി
ഫങ്ഷൻ ഓഫ് എക്സ്. എക്സിന്റെ ആണെങ്കിൽ എന്തെന്നാ എഴുതുക? എഫ് എക്സ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, എക്സിന്റെ ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? വൈയുടെ ലിമിറ്റ് ആണ് കൊടുക്കുക. y ഈക്വൽ ടു 1 to 5 എഫ് ഓഫ് എക്സ് വൈ dy ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 to 5 എഫ് ഓഫ് എക്സ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 1/96 എക്സ് വൈ dy ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതില് എക്സ് വൈ 96 കോൺസ്റ്റന്റ് ആ അല്ലെ? y dy അല്ലേ ഉള്ളൂ. y-നെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്തെന്ന് കിട്ടും? y²/2 എന്ന് കിട്ടും. That is 1 to 5. That is equal to x/96 into value കൊടുക്കുമ്പോൾ 25 minus 1/2 എന്ന് കിട്ടും. That is 12 into x/96. കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തെന്ന് കിട്ടും? x/8 എന്ന് കിട്ടും. That is fx of x equal to x/8. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താ? നമ്മുടെ 0 less than x less than 4 എന്ന് കിട്ടി. ഇനി എനിക്ക് എന്ത് ചെയ്യണം? fy of y കണ്ടുപിടിക്കണം അല്ലെ? മാർജിനൽ ഡെൻസിറ്റി ഫങ്ഷൻ ഫോർ y. yയുടെ fy of y is equal to ഇതെന്ന് വരും ഇന്റഗ്രൽ ഓഫ് f of എക്സ് വൈ dx എന്ന് വരും. That is equal to integral of 0 to 4 1/96 xy dx എന്ന് കിട്ടും. That is equal to y/96 into x-നെ ഇന്റഗ്രേറ്റ് ചെയ്ത x²/2 എന്ന് കിട്ടും. 0 to 4 അതായത് y/96 into 4² എന്ന് വെച്ചാൽ 16, 16/2 എന്ന് വെച്ചാൽ 8. That is equal to y/12 എന്ന് കിട്ടും. അപ്പൊ fy of y is equal to y/12 for 1 less than y less than 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? The probability of x greater than or equal to 3 y less than or equal to 2. ഇങ്ങനത്തെ എങ്ങനെയാ കണ്ടുപിടിക്കുക? എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ മൊത്തം ലിമിറ്റ് 0 to 4 ആണ്. അപ്പൊ 3കാളുടെയും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 3 തൊട്ടിട്ട് 4 വരെ. ഇനി y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ്. വൈയുടെ ലിമിറ്റ് എന്താ? 1 തൊട്ടിട്ട് 5 വരെയാണ്. അപ്പൊ ലെസ് ദാൻ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏതാ വാല്യൂ ഉള്ളൂ? 1 അല്ലേ ഉള്ളൂ. അപ്പൊ 1 to 2 എന്തെന്ന് വരും? എഫ് ഓഫ് എക്സ് വൈ dy dx അല്ലെ? That is 3 to 4 integral 1 to 2 ഇതിന്റെ വാല്യൂ 1/96 xy dy dx. 1/96 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് പുറമെ നിർത്തി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത x²/2 എന്ന് കിട്ടും. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. 1/96 ഇന്റഗ്രൽ 3 to 4 x dx ഉം കിട്ടും. ഇന്റഗ്രൽ 1 to 2 y dy. ഓക്കെ, x²/2 വാല്യൂ നമുക്ക് 3 to 4 എന്ന് കൊടുക്കാം. വൈയുടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത y²/2 ഇതിന്റെ വാല്യൂ 1 to 2. That is equal to 1/96 into 4² minus 3² divided by 2 into ഇവിടെ എന്തെന്ന് വരും? 2² minus 1² divided by 2. That is 1/96 into 60 minus 9. So 7/2 into 3/2 അല്ലേ? ഓക്കെ, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ which is equal to 7/128. The probability of x greater than or equal to 3 y less than or equal to 2. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഇനി എന്താ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്?
ചെക്ക് വെദർ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. എക്സ് വൈ എന്താണ്, ഇൻഡിപെൻഡന്റ് ആണോ എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ചെക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാ, എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്താണ്, എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് എന്തായിരുന്നു നമ്മുടെ എക്സ് ബൈ 8 ആണ്, മറ്റേത് വൈ ബൈ 12. ഓക്കെ, അപ്പൊ എക്സ് ബൈ 8 ഇൻറ്റു വൈ ബൈ 12 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈ ബൈ 12 ഇൻറ്റു 8 എന്താ 96 അല്ലേ, ദാറ്റ് ഈസ് 1 ബൈ 96 എക്സ് വൈ. ഇത് തന്നെയല്ലേ നിങ്ങളുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് അല്ലേ. എനിക്ക് എന്തെന്ന് പറയാം, എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ്. അതല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ.